guys, welcome back to my YouTube channel. It's me Keerthana. First of all, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും ഭയങ്കരമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇതെൻ്റെ പെരുന്നാളിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. കുറച്ച് തിരക്കായി പോയത് കാരണം മൂലമാണ് ഇത് സംഭവിച്ചത്. ഇനി ഞാൻ നേരെ എൻ്റെ വ്ളോഗിലോട്ട് കിടക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം മാത്രമല്ല, അതിൻ്റെ തലേ ദിവസം മുതൽ നമ്മളെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പെരുന്നാൾ രാവിനാണ് കൂടുതലും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മൾ പെരുന്നാൾ രാവ് സെലിബ്രേറ്റ് ചെയ്യാറ് നമ്മുടെ സ്വന്തം ജിസ്താത്തയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ഇവിടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ പിള്ളേരും പിന്നെ ഞങ്ങളും എല്ലാവരും കൂടി മെഹന്തിയിടലും പാട്ട് പാടലും ഡാൻസും അങ്ങനെ ഒരു കലഹമായിരിക്കും കേട്ടോ അവിടെ. അപ്പം അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. ബാക്കി നമുക്ക് ജസ്താത്തയുടെ വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ജമീൽ താത്തയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു. ഇപ്പം സമയം ഒരു 11 മണിയായിട്ടുണ്ടാവും. ഈ പിള്ളേർ ഇപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, പെരുന്നാൾ രാവൊന്നും നമുക്ക് തകർക്കാൻ വേണ്ടിയിട്ട് പടക്കങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിക്കാനുള്ള ആക്രാന്തത്തിലാണ് പിള്ളേർ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നൂറ് ഇവിടെ ഇല്ല. ആൾ നേരത്തെ വന്ന് ജസ്താത്തേക്ക് മെഹന്തി ഇട്ട് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്കും ആൾ ഇവിടെ ഇല്ല കേട്ടോ. സോ ഷിഫുൻ്റെ കാലൊക്കെ പിടിച്ചിട്ടാണ് ഞാനൊന്ന് ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നത്. അവളാണെങ്കിൽ അങ്ങനെ പലർക്കും ഇട്ട് കൊടുത്തിട്ടുള്ള ശീലമില്ല, സ്വന്തമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ശീലം. സോ ആൾ പ്രിൻട്രസ്റ്റിലൊക്കെ കയറി ഡിസൈനൊക്കെ നോക്കിയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ താരം ജസ്താത്ത. ആൾ കാണുന്ന പോലെയല്ല, അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. ജസ്താത്തയുടെ വർക്കൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. മാത്രമല്ല ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ഫൈനലി എൻ്റെ മെഹന്തി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഇടുന്നത് കണ്ടപ്പം ജാനുകുട്ടിക്ക് ഇടും ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവളും അതിൻ്റെ ഇടയിലൂടെ വന്ന് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടുള്ള കുറച്ച് സമയം ഇവിടെ പാട്ട് കച്ചേരി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ ബഹളത്തിന് ശേഷം പിള്ളേർ ഒതുക്കാനായിട്ട് അവർക്ക് ഇത് ഐസ്ക്രീം എടുത്ത് കൊടുത്തിട്ടുണ്ട്. മൈലാഞ്ചിട്ട് ഞാൻ കാണിച്ചു. ആ കഴിക്കി. യമ്മി. ബട്ടറാണോ? അങ്ങനെ ഒരു 12-12:30 ആയപ്പോഴത്തേക്കും ഫയർ വർക്സിന്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ പിള്ളേരെ വെച്ച് ഇതൊക്കെ നടത്താൻ ഭയങ്കര പേടിയുണ്ട്. സോ കുറച്ച് മാത്രം അപ്പം എടുത്ത് ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 2:30 ആയപ്പോഴത്തേക്കും ഏട്ടനെത്തിയിട്ടുണ്ടായിരുന്നു. റോഡ് പണി ആയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇങ്ങോട്ട് വരില്ല. സോ ആള് ഞാനിത് പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. എത്തിയതും ആളിതേ ഫുഡ് കഴിക്കാൻ ചാടി കയറി ഇരുന്നിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, ബീഫാണല്ലോ സ്പെഷ്യൽ. ഈ ടൈമൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ബട്ട് ആള് കഴിക്കുന്ന കണ്ടപ്പം എൻ്റെ കൺട്രോൾ പോയി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഈദൊക്കെ വിഷ് ചെയ്ത് ഞങ്ങൾ നേരെ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. മോർണിംഗ് എണീച്ച് വന്നതും കണ്ട കാഴ്ചതാണ് കേട്ടോ. നമ്മുടെ സാലിക്കയും പിള്ളേരും അവരെ തറവാട്ടിലോട്ട് പോവാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് പെരുന്നാളാണ്. പെരുന്നാൾ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് ഞാൻ എണീക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഫുഡ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കണ്ടപ്പോൾ വാരി വലിച്ച് കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ബട്ട് വളരെ മൈൽഡായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ബിരിയാണി വന്നാൽ കഴിക്കാനുള്ള സ്പേസ് നിറയെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. പരിപ്പ് കേക്കാണ് കേട്ടോ ഇത്. മുട്ട കേക്ക്, ചട്ടിപ്പത്തിരി ഉണ്ട്, ചട്ടിപ്പത്തിരി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്പോഞ്ചില്ലേ എഗ്ഗിൻ്റെ, അതാണ് ഇത്. ഐ തിങ്ക് ദിസ് ഇറച്ചി കേക്ക് ഉണ്ട്, ചട്ടിപ്പത്തി. ഇനി നമ്മുടെ ജാനിക്കുട്ടിയുടെ ഷോ ആണ് കേട്ടോ. ആളിതേ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരി കുട്ടിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗൈസ്, മുടി കെട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്, അത് കഴിഞ്ഞാൽ എൻ്റെ പുത്രിയുടെ തല ഇങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി പൈസ കിട്ടിയത്
നീള് രാവിലെ ഇറങ്ങിയതാ. അതാ പെരുന്നാൾ പൈസ 300 രൂപ. നമ്മൾക്ക് ഓണത്തിനും വിഷുവിനൊക്കെ കൈനീട്ടം കിട്ടുന്ന പോലെ തന്നെ പെരുന്നാളിലും കൊടുക്കട്ടോ. ഇതിനാണ് നമ്മൾ പെരുന്നാൾ പൈസ എന്ന് പറയുന്നത്. സോ എല്ലാവരുടെ പെരുന്നാൾ പൈസ നമുക്ക് കാണിച്ചു തരാണേ. കുട്ടികളെ പെരുന്നാൾ പൈസയാണ് ഇവിടെ ഉമ്മമാരെടുക്കണേ. പരാതി കേട്ടോ. ആ കണ്ടോ നീ. ഇതായതുകൊണ്ട് തന്നെ നമ്മളെ ജിസ്താത്തെ ഇവിടെ എല്ലാവർക്കും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. സോ അത് വാങ്ങിക്കാനാണ് ഞാനും ഏട്ടനും പോകുന്നത്. 100 പെരുന്നാൾ ഗിഫ്റ്റ് എടുക്കാണ് കേട്ടോ. അങ്ങനെ എനിക്കും ഞാൻ കുറെ കാലം ചോദിച്ചിട്ട് 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് പെരുന്നാൾ ഗിഫ്റ്റ്. അങ്ങനെ പെരുന്നാൾ ഗിഫ്റ്റൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ അവസ്ഥ. എല്ലാ ടോയ്സും എടുത്ത് നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് എടുത്തു വെക്കേണ്ട പണികളാണ് കൂടുതലും. എല്ലാ വർഷവും എല്ലാ വീട്ടിൽ നിന്നും ബിരിയാണി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നാണ് കഴിക്കാറ്. ബട്ട് ഈ വർഷം നമ്മുടെ മുബിത്താത്തയുടെ ഇൻവൈറ്റ് പ്രകാരം നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഗൈസ് ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇത് പെരുന്നാച്ചോറ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഗൈസ് ഇത് കാണുമ്പോൾ വായിൽ വെള്ളം വന്നിട്ട് തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേട്ടോ. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതിന്റെ ഫീലിംഗ് ഒന്ന് വേറെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും ഇതല്ലേ റിയൽ കേരള സ്റ്റോറി. ഉപ്പന്റെ കൂടെയാണ് ഫുഡ് കഴിക്കാൻ പോണത് ഗൈസ്. ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കുടിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് ഫുള്ളായിട്ടു. ഗൈസ് ഇനി നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ കണ്ടാലോ. ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിന്റെ ഇന്നത്തെ അവസ്ഥ കേട്ടോ. ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. വന്നത് മാത്രമാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പൊന്നമ്മയും മേമയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. അവരിറങ്ങാൻ നേരം ജാൻവിയുടെ അവസ്ഥ ഇതാണ്. അവരെ കൂടെ പോകാൻ വേണ്ടി ആളിതേ സെറ്റായി നിൽക്കുകയാണ്. നമ്മുടെ ഷോമേമ്മ തിരൂരായിരുന്നു. ആള് വരുന്ന സമയത്ത് ഇതേ നല്ല മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും മാങ്ങ ചതച്ച് അതിൽ ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് എന്തോ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മേഖലയാണ് കേട്ടോ ഇത്. മേമ മാത്രമല്ല ചെറിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ആള് കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് കുറച്ച് ഫുഡ് ഞാൻ എൻ്റെ വീട്ടിലോട്ടും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാം കഴിഞ്ഞ് മേമ ഇതേ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ ഫുഡിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാനിതേ നന്നായിട്ട് തുള്ളിച്ചാടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ഇങ്ങനെ ശരീരം അനയും കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ ഗൈസ്. അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂത്താത്തയുടെ വീട്ടിൽ ഷെരീഫ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചർച്ച നടക്കുന്നത് വേറെ ഒന്നിനും പെരുന്നാളിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ നാളെ ഒന്ന് ട്രിപ്പ് പോവാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈദിന്റെ വിശേഷങ്ങൾ. എന്നെ പോലെ ഇങ്ങനെ ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ കമന്റ് ചെയ്യും. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.